സ്വാമി അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നൂറ്റാണ്ടുകളായി 1000 വർഷങ്ങളായി അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലിമായ വാവരെ തൊഴുതിട്ട് വെളുത്തെ ആദരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ രാഷ്ട്രപതിയായ അല്ലെങ്കിൽ പ്രസിഡന്റായ ദ്രൗപദി മുർമുജി ഇവിടെ എത്തിയപ്പോ അയ്യപ്പന്റെ പാതയിൽ ആദ്യം തന്നെ അയ്യപ്പന്റെ സുഹൃത്തായ മുസ്ലിം വാവരുടെ അവിടെ പോയി അവിടുത്തെ വാവരുടെ മതസൗഹാർദ്ദത്തിന്റെ നിമിഷങ്ങളാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ രാഹുൽ, ഇവിടുത്തെ ഈ ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ഭജൻസ് എന്നാണ്, നന്ദഗോവിന്ദം ഭജൻസ് എന്നാണ്. അപ്പോൾ ഭജനയുടെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിൽ നിന്ന് ഇവർ വ്യതിചലിച്ചു എന്നാണ് പറയുന്നത്. അതാണ് അവർക്കെതിരെയുള്ള വിമർശനത്തിനും ആരോപണത്തിനും കാരണം. ഞാൻ എന്റെ വാദം മുമ്പോട്ട് വെച്ചോട്ടെ. ഇതാണ് അയ്യപ്പന്റെ പാത. അത് ഇന്നും ഇന്നലെയുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും ഇന്നലെയുമല്ല, നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ സങ്കല്പങ്ങളുടെയും യാത്രയുടെയും ഭാഗമാണ്. ഈ നാടിന്റെ മഹത്വം അതാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് പോലും അതിനെ അംഗീകരിച്ചാ വരുന്നത്. പ്രസിഡന്റിനും അയ്യപ്പനും മാത്രമാണ് പോസ്റ്റ് ഓഫീസ് സ്വന്തമായുള്ളത് നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ട്. ഇവിടെയും സംഭവിച്ചത് എന്താണ്? നന്ദഗോവിന്ദം ഭജൻസിന്റെ ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു സനാതന ധർമ്മ ഫ്രെയിംവർക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഫ്രെയിംവർക്കിലൂടെയാണ് നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്നത്. ഇന്ന് കാണുന്ന മതസൗഹാർദ്ദം ഓർക്കുക, ഇടതുപക്ഷക്കാർ പറയുന്ന മതേതരത്വമല്ല, നെഹ്റുവിയൻ സെക്യുലറിസം അല്ല, പക്ഷേ ഗാന്ധിയൻ സെക്യുലറിസം, ഗാന്ധിയൻ ബഹുസ്വരത, മതസൗഹാർദ്ദം, സാഹോദര്യം ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തെ പഠിപ്പിച്ചത് നമ്മുടെ സ്വാമി വിവേകാനന്ദനാ. അതായത് 1893 ലോക മതമഹാസമ്മേളനത്തിന് പോയി എല്ലാ പാതകളിലൂടെയും ദൈവത്തിൽ പേരിട്ടുകൊണ്ട് അവർക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് ഇല്ല എന്ന നിലപാടാണ് ഇവിടെ രണ്ടുപേരും സ്വീകരിച്ചത്. അതിനുള്ള മറുപടി എന്താ? അല്ലല്ല, ഒരു സെക്കൻഡ് ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്താം. എന്താ ക്രിസ്ത്യൻ ഭജൻസ് ഉണ്ടായിക്കൂടെ? ഇസ്ലാമിക ഭജൻസ് ഉണ്ടായിക്കൂടെ? ഭജൻസ് എന്ന വാക്ക് നമ്മുടെ ആണെന്നേ ഉള്ളൂ. അതായത് ദൈവം എന്ന വാക്ക് നമ്മളാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? മുസ്ലിങ്ങൾ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നില്ലേ? അള്ളാഹു എന്ന പദത്തിനൊപ്പം പടച്ചോനൊപ്പം ദൈവം ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും എല്ലാവരുടേതുമാണ്. ആ എല്ലാവരുടേതാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇൻക്ലൂസീവും പ്ലൂറലിസ്റ്റിക്, സെക്കുലർ അല്ല, മതേതരമല്ല, മതസൗഹാർദ്ദവാദികളാവുമ്പോഴാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരാം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? നന്ദ കുന്തിരിക്കം ഭജൻസ് എന്നൊക്കെ പറഞ്ഞവരെ അപമാനിക്കുകയാണോ? അവർ നമ്മുടെ ഹിന്ദുക്കളുടെ അഭിമാനമാണ്. ആ അഭിമാനം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റെടുക്കുന്നെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിനെ നമ്മൾ അഭിമാനത്തോടെ കാണണം. ഒന്ന് ആലോചിച്ച് നോക്ക്. യേശുദാസ് സാർ ഏറ്റവും മനോഹരമായ, യേശുദാസ് എന്നല്ലേ പേര്, എന്നാൽ സ്വാമി അയ്യപ്പനെയും ഗുരുവായൂരപ്പന്റെയും ഏറ്റവും മനോഹരമായ ഭക്തിഗാനങ്ങൾ പാടിയത് യേശുദാസ് സാർ അല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ മഹത്വം മതേതരത്വം അല്ല, മതസൗഹാർദ്ദം. അവിടാണ് അനിൽ വിളയിൽജിയോട് എനിക്ക് വിയോജിപ്പുള്ളത്. മതേതരത്വം വേണ്ട, പക്ഷെ മതസൗഹാർദ്ദമാകാം, മതസാഹോദര്യമാകാം. ഇതുകൊണ്ടുകൂടെയാണ് RSSന്, സംഘപ്രസ്ഥാനങ്ങൾക്ക്, മുസ്ലിം രാഷ്ട്രീയ